നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ജാതകത്തിലെ ഓരോ ഭാവാധിപന്മാരും ലഗ്നത്തിൽ നിന്നാലുള്ള കുറച്ച് ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജാതകത്തിലെ ലഗ്നം അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാളുടെ ജാതകപ്രകാരമുള്ള ഫലപ്രവചനം നടത്തുന്നത്. ആ ലഗ്നത്തിൽ തന്നെ ഓരോ ഭാവാധിപന്മാർ വന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഗ്നം 1-ാം ഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. ഏത് രാശി ലഗ്നമായി വന്നാലും ലഗ്നം 1-ാം ഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിന്നാൽ, അതായത് 1-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകത്തിൽ ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ലഗ്നഭാവം. അപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. ലഗ്നഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പ്രധാനമായിട്ടും ശരീരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശരീരത്തിൻ്റെ നിറം, ആകൃതി, തേജസ്, ബലാബലങ്ങൾ, പ്രഭാവം, യശസ് തുടങ്ങിയവയെല്ലാം ലഗ്നത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ലഗ്നത്തിന് ബലമുണ്ടാകുമെന്നാണ്. ശരീരബലമുള്ളയാളായിരിക്കും, ദീർഘായുസ്സുണ്ടായിരിക്കും, പരിശ്രമശാലിയായിരിക്കും, ചിലപ്പോൾ വിദേശവാസം വരെ ചെയ്യാനിട വന്നേക്കാം. അതുപോലെ തന്നെ 2-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 2-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ധനം, കുടുംബം, ഭൂസ്വത്ത്, സുഖം, വാക്ക്, വിദ്യ, ഭക്ഷണം ഇവയെല്ലാം 2-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 2-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ധനവാനായി ഭവിക്കുമെന്നാണ്. കുടുംബത്തിന് ജാതകനെ കൊണ്ട് കാര്യമായ ഗുണമൊന്നും ലഭിക്കില്ല എന്നാണ്. ജാതകൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തക്കാരേക്കാൾ അന്യരെ സഹായിക്കാനായിരിക്കും ജാതകന് താല്പര്യം. ഇനി 3-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 3-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കാനുള്ളത്? 3-ാം ഭാവം സഹോദര ഭാവമാണ്. പ്രധാനമായും 3-ാം ഭാവം കൊണ്ടാണ് സഹോദരങ്ങളെ ചിന്തിക്കുന്നത്. കൂടാതെ ധൈര്യം, സാമർഥ്യം, ഭക്ഷണം, സൈനിക സേവനം ഇവയെല്ലാം തന്നെ 3-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 3-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ സ്വയം പ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുന്നവനായിരിക്കും, പരസേവ പറയുന്നവനായിരിക്കും. ഇനി 4-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. 4-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? വാഹനം, ബന്ധുക്കൾ, അമ്മ, വീട്, ഭൂമി, കൃഷി തുടങ്ങിയവയൊക്കെ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. 4-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ വലിയ വിദ്വാനാകുമെന്നാണ്. പിതാവിൽ നിന്നും പിതൃസ്വത്തൊക്കെ ലഭിക്കും, വളരെ ഒതുക്കമുള്ളവനായിരിക്കും, നല്ല ഗൃഹം പണിയാൻ യോഗമുള്ളവരായിരിക്കും. ഇനി 5-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. 5-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? മനസ്സ്, ബുദ്ധി, സന്താനം, മന്ത്രിസ്ഥാനം, പൂർവ്വപുണ്യം ഇവയൊക്കെ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. 5-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവരായിരിക്കും, ലുബ്ധനായിരിക്കും. അതേപോലെ ജാലവിദ്യകളിലൊക്കെ താല്പര്യമുള്ളയാളായിരിക്കും, ഇല്ലെങ്കിൽ ശാസ്ത്ര പഠനത്തിൽ വാസനയുള്ളയാളായിരിക്കും. 6-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 6-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? രോഗം, ശത്രു, വ്യസനം, ഒടിവ്, ചതവ്, മുറിവ്, വ്രണം തുടങ്ങിയവയൊക്കെ 6-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. 6-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകന് ധനപുഷ്ടി ഉണ്ടാകുമെന്നാണ്. ബഹുമാനവും അതേപോലെ പല ഗുണങ്ങളും ജാതകന് ലഭിക്കും. സന്താനങ്ങൾ കുറവുള്ളവരായിരിക്കും.
പ്രത്യേകിച്ച് പുത്രന്മാരില്ലാതെ വരികയോ ചെയ്യാമെന്നാണ്. 7-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 7-ാം ഭാവം കളത്ര സ്ഥാനമാണ്. സ്ത്രീക്കാണെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനത്തെ ചിന്തിക്കാം. ഭാര്യ, ഭർത്താവ്, ദാമ്പത്യ സുഖം തുടങ്ങിയവയൊക്കെ 7-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ആ 7-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ വിദ്വത്വവും ധൈര്യവും ഉണ്ടാകുമെന്നാണ്. വിദ്വത്വം എന്ന് പറയുമ്പം അറിവും ധൈര്യവും ഉണ്ടാകുമെന്നാണ്. ഇനി 8-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നുള്ള ഫലം എന്തായിരിക്കുമെന്ന് നോക്കാം. 8-ാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം? ആയുസ്, അരിഷ്ടത, മരണം, ഔഷധം, ചികിത്സ ഇവയൊക്കെ അഷ്ടമഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അഷ്ടമാധിപനായ ഗ്രഹം ലഗ്നത്തിൽ നിന്നാൽ ശരീരത്തിൽ കൂടെ മുറിവുകൾ ഉണ്ടാകും. 2 ഭാര്യമാരുണ്ടാകാം എന്ന് പറയുന്നുണ്ട്. 9-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 9-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പ്രധാനമായും ഭാഗ്യം, അച്ഛൻ, ഗുരു, ധർമ്മം, പ്രതാപം മുതലായവയൊക്കെ 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. 9-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ കീർത്തിമാനും ഗുണവാനുമായിരിക്കും. ഭാഗ്യവർദ്ധനവുണ്ടാകുമെന്നാണ്. എന്നിരുന്നാലും ഏത് കാര്യം തുടങ്ങിയാലും അതിനൊരു തടസ്സം നേരിടുന്നത് കാണാം. ഇനി 10-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 10-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? 10-ാം ഭാവം പ്രധാനമായും കർമ്മസ്ഥാനമാണ്. ആജ്ഞ, മാനം, വസ്ത്രം, പ്രവൃത്തി, ഉറക്കം, കൃഷി, സന്യാസം, ഉപജീവനവൃത്തി, കീർത്തി, വിജ്ഞാനം മുതലായവയൊക്കെ 10-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. 10-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ കവിതാവാസനയോ സാഹിത്യവാസനയോ ഉള്ളയാളായിരിക്കും. കർമ്മപുഷ്ടിയും ധനസമൃദ്ധിയും ഉണ്ടായിരിക്കും. ചെറുപ്പത്തിൽ ക്ലേശമനുഭവിക്കുമെങ്കിലും പിന്നീട് സുഖിമാനും കീർത്തിമാനും സന്തുഷ്ടിയുള്ളവനുമായിരിക്കും. 11-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 11-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ആഗ്രഹനിവൃത്തി, അഭീഷ്ടലാഭം, പ്രവർത്തന വിജയം ഇവയൊക്കെ ചിന്തിക്കാവുന്നതാണ്. 11-ാം ഭാവം ലാഭസ്ഥാനമാണ്. ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഒരേപോലെ ഗുണപരമായ സ്ഥാനമാണ് 11-ാം ഭാവം. 11-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ധനവാനും വാചാലനും സന്തുഷ്ടനും സാത്വികനും യോഗശാലിയുമായിരിക്കും. ഇനി 12-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം. 12-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ദുരിതം, നാശം, ദ്രവ്യനാശം, ദൂരസഞ്ചാരം, നിദ്ര ഇവയൊക്കെ ചിന്തിക്കാമെന്നാണ്. 12-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി വേർപെട്ട് ജീവിക്കാനിട വന്നേക്കാം. ധനവും വിദ്യയും കുറവായിരിക്കും. വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. ജാതകത്തിലെ ഓരോ ഭാവാധിപന്മാരും ലഗ്നത്തിൽ നിന്നാലുള്ള കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. മറ്റ് ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി, മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവയൊക്കെ മനസ്സിലാക്കി വേണം അന്തിമ ഫലത്തെ നിശ്ചയിക്കേണ്ടത്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.